അതിനിടയിൽ നമുക്ക് CPM-മായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് ഒന്ന് പോകണം. CPM പത്തനംതിട്ടയിലും കൊല്ലത്തും ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഇന്നലെ നടന്ന നേതൃയോഗങ്ങളിലൊക്കെ വലിയ വിമർശനം പിണറായി വിജയനെതിരെ ഉയർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും പത്തനംതിട്ടയിലൊക്കെ അംഗങ്ങൾ പറഞ്ഞത് പിണറായി വിജയൻ തന്നെയാണ് ഈ തോൽവിക്ക് കാരണമെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരു കാരണവശാലും പിണറായി വിജയൻ തുടരരുത് അല്ലെങ്കിൽ എത്തിക്കരുത് എന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം അത് നൽകരുത് എന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കടത്ത് വിവാദം ഏറ്റവും കൂടുതൽ ഉയർന്ന CPM-നെ ഒരുപാട് ബാധിച്ച ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട എന്നുള്ളത്. ഇന്നലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനം ഉയർന്നതിന് പിന്നാലെ ഇപ്പോൾ ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ തുടരുകയാണ്. ഇന്നും തുടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ശശിനാരായണൻ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഒപ്പം S. വിനീഷ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കും. നമുക്കറിയാം, പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിച്ചിരുന്നു. നേരത്തെ MV ഗോവിന്ദൻ്റെ പരാമർശമനുസരിച്ച് തുറന്ന് സംസാരിക്കാം അംഗങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് ഇപ്പോൾ നേതാക്കളിൽ പലരും ഇത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന സംഭാഷണത്തിലേക്ക്, തുറന്ന പറച്ചിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. വിനീഷ് കൊല്ലത്ത് നിന്ന് ചേരും. വിനീഷ്, കൊല്ലം ജില്ലയിലൊക്കെ നമുക്കറിയാം വലിയ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടായ ഒരു ജില്ലയാണ്, സംശയമില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ വിമർശനങ്ങൾക്ക് തന്നെയാണല്ലോ സാധ്യത. പ്രത്യേകിച്ചും പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശമുണ്ട്, വേണമെങ്കിൽ തുറന്നു പറച്ചിലാകാം എന്ന കാര്യത്തിൽ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണം പിണറായി വിജയൻ നയിച്ച നേതൃത്വം എന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പിണറായി മാറി നിന്ന് പുതിയ ഒരു ടീം നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് അംഗങ്ങളുടെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടതും. കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിലും വീണ്ടും തെറ്റായ നീക്കമെന്നാണ് ഒരു വിമർശനം ഉയർന്നിരിക്കുന്നത്. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയും ജനവിധിയാണ് ഈ ഫലമെന്നുമാണ് വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രചരണ സമയത്തെ ചില പരാമർശങ്ങൾ, അതായത് വീട്ടിൽ പോയി ചോദിക്കുക, ഡാഷ് മോനെ തുടങ്ങിയ പരാമർശങ്ങൾ ജനങ്ങളിൽ അവമതിപ്പ് സൃഷ്ടിച്ചതായിട്ടാണ് ഒരു വിമർശനം ഉയർന്നത്. MV ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം പ്രത്യയശാസ്ത്രം പറയുന്നതിൽ എന്ത് അർത്ഥമെന്ന ചോദ്യവുമാണ് ഉയർന്നത്. അതുപോലെ തന്നെ ഈ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് വിവാദം, തളിപ്പറമ്പ് സ്ഥാനാർത്ഥി നിർണയം UDF-ന് ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിച്ചതായിട്ടാണ് വിമർശനം ഉണ്ടായത്. മേൽ നേതൃത്വം ചിലരെ മാത്രം പ്രീണിപ്പിച്ചതിൽ അടിത്തട്ടിലെ പ്രവർത്തകർ നിശബ്ദരായി മാറി എന്നാണ് ഒരു ആരോപണം ഉയർന്നത്. അതുപോലെ തന്നെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും ഭരണവിരുദ്ധ തരംഗം ശക്തമായിരുന്നുവെന്നാണ് ഒരു വിലയിരുത്തൽ. നമുക്കറിയാം, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. 9 സീറ്റായിരുന്നു കഴിഞ്ഞ 9 സീറ്റിലായിരുന്നു ഇടതുപക്ഷത്തിന് 9 സീറ്റ് തന്നെ നഷ്ടപ്പെട്ടു. ഈ 2 സീറ്റ് മാത്രമാണ് ഈ പ്രാവശ്യം നേടാൻ സാധിച്ചത്. അതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. അതുപോലെ മന്ത്രിമാരുടെ പരാജയം, KB ഗണേഷ് കുമാർ, ജെ ചിഞ്ചുറാണി അടക്കമുള്ളവരുടെ പരാജയം, ധനമന്ത്രിയുടെ മണ്ഡലത്തിൽ ധനമന്ത്രി തുച്ഛമായ വോട്ടിനെ വളരെ കഷ്ടപ്പെട്ട് ജയിച്ചു വരുന്ന സാഹചര്യം, ഇതെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. ഇന്നും, അതായത് ഇന്നലെയും ഇന്നുമായിട്ടാണ് സെക്രട്ടേറിയറ്റ് യോഗം നടക്കുക. ജില്ലയിലെ ഈ സംഘടനാ ദൗർബല്യവും വലിയ രീതിയിൽ തിരിച്ചടിക്ക് കാരണമായി എന്നാണ് യോഗത്തിൽ ഒരു വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും മുതിർന്ന സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പത്തനംതിട്ടയിലും കൊല്ലത്തും മറ്റും ഈ യോഗങ്ങൾ ചേർന്നത്. ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് നിശബ്ദമായി ഈ വിമർശനങ്ങൾ കേട്ടിരിക്കുകയായിരുന്നു ഈ സംസ്ഥാന നേതാക്കൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പത്തനംതിട്ടയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് വീണ ജോർജ് ഈ യോഗത്തിൽ പങ്കെടുത്തു. വീണ ജോർജ് അടക്കമുള്ളവരുടെ പ്രവർത്തികൾ, ചില മന്ത്രിമാരുടെ ജനത്തോടുള്ള പാർട്ടി പ്രവർത്തനമുള്ള സമീപനം വലിയ തോതിൽ തിരിച്ചടിയായിട്ടുണ്ട് പാർട്ടിക്ക് എന്ന് പറയുകയായിരുന്നു. പുതിയ നേതൃത്വം വരണം, പിണറായി വിജയൻ മാറണം. MV ഗോവിന്ദൻ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. അത്തരത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. ഇനിയും ഒരുപാട് യോഗങ്ങൾ, എല്ലാ ജില്ലകളിലെ യോഗങ്ങൾ വരാനുണ്ട്. അവിടെയൊക്കെ സമാനമായ സാഹചര്യം നേതൃത്വം ഫേസ് ചെയ്യണം എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.